സൂക്ഷിച്ചുകൊള്ളണേ. ഒരു താക്കീതാണ്, ഒരു വലിയ ഉപദേശമാണ്, ഒരു മുന്നറിയിപ്പാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നൽകുന്നത്. സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന അമാനത്താ. അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയത്തില് അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സദഖയെക്കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യുമ്പോ അതിനിടയിൽ അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ഓരോ ഭർത്താവിനോടും അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താണ് സിറാജിന്റെ ഭാര്യ. എന്റെ ഭാര്യ സുമയെ കുറിച്ച് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട്, സിറാജ്, ഞാൻ നിനക്ക് അമാനത്തായി തന്നിരുന്ന നിന്റെ ഭാര്യയോട് അവളോടുള്ള കടമകൾ നീ പാലിച്ചോ, അവളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ, അവളോട് നീ എങ്ങനെയാണ് പെരുമാറിയത്? നാളെ പടച്ചറപ്പ് പരലോകത്ത് വെച്ച് എന്നെ പിടിച്ചു നിർത്തിയിട്ട് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഈ ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിവാഹം കഴിച്ചവരോട് ചോദിക്കുകയാ, ഈ ചോദ്യത്തിന് മറുപടി പറയാ നിനക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല നിലയിൽ മറുപടി പറഞ്ഞ് അല്ലാഹുവേ നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് സ്വർണത്തിലെ ചാരിക സേരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതുമല്ലോ. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ ഈ പായിപ്പാടുള്ള ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ചാരികസേരയിലെ ഭാര്യയും ഭർത്താവും കൂടെ പടച്ചവനെ ലവ് ജോഡികൾ നടക്കുന്നത് പോലെ, പ്രേമിച്ച് നടക്കുന്നവർ നടക്കുന്നത് പോലെ, കടപ്പുറത്തുകൂടെ നടക്കുന്നത് പോലെ, ബീച്ചിലും പാർക്കിലും നടക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് പ്രണയ ജോഡികൾ നടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ സ്വർണത്തിന്റെ ചാരികസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. റബ്ബേ, ഇടത്തും വലത്തും സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ, സേവകരായിട്ട് നമുക്ക് ഖിദ്മത്ത് ചെയ്യാ. അല്ലാഹുവിലെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ പോലും ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചാരത്തവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ, ജനങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാ. പായിപ്പാടൊരു ചെറിയ കൂരയ്ക്കകത്ത് ജീവിച്ചിരുന്ന ഈ ഭാര്യയും ഭർത്താവും പടച്ചവനെ, ഇവര് സ്വർഗത്തിലും ഒരുമിച്ചാണോ? ഇവര് സ്വർഗത്തിലും ഒരുമിച്ചാണോ? അവിടെ വെച്ച് കാണുമ്പോ ചോദിക്കുന്നു, സിറാജേ, എങ്ങനെയാടാ നിനക്കിവിടെ ഒരുമിക്കാൻ കഴിഞ്ഞത്? ഇങ്ങനെയാണ് നിങ്ങൾ ദുനിയാവില് നിങ്ങളുടെ നാട്ടില് ഈ പായിപ്പാട് ഒരുമിച്ച് നിങ്ങൾ ജീവിച്ചിരുന്നത് പോലെ അള്ളാന്റെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. എങ്ങനെയാ നിങ്ങൾക്ക് ഈ അവസരം കിട്ടിയത്? എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ പദവി നൽകിയത്? അള്ളാഹുവേ, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ജോഡികളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും ജോഡികളാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 4 കാര്യങ്ങൾ ആർക്ക് ലഭിക്കുന്നു അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 1, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം. 2,
അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നടത്തുന്ന ഒരു നാവ്, ദിക്റ് പറയുന്ന നാവ്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ്. 4 അള്ളാഹുവിന് പേടിയുള്ള സാലിഹത്തായ ഒരു പെണ്ണിനെ ആര് ലഭിക്കുന്നുണ്ടോ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാ? കോടിക്കണക്കിന് സമ്പാദ്യമുള്ളവനോ ഹെലികോപ്റ്ററോ ഫ്ലൈറ്റൊക്കെ സ്വന്തമായിട്ടുള്ളവനൊന്നും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുവോ? സാലിഹത്തായ ഒരു പെണ്ണിന് നിങ്ങളിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് സാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയെ കിട്ടിയവനാണ്. സാലിഹായ ഒരു ഭർത്താവിനെ കിട്ടിയ പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും വിവാഹം കഴിച്ചവരാ. ഈ സദസ്സിലിരിക്കുന്ന അധികം പേരും വിവാഹം കഴിച്ചവരാ. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ആരെ കിട്ടിയവൻ. അത് പറയാൻ തന്നെ ഒരു മടി. സാലിഹത്തായ ഒരു ഭാര്യ. നമ്മുടെ ആമിനായ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മൾ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അൻസാരിക്കാക്കായും ഷാജിക്കാക്കൊക്കെ ഒന്ന് ആലോചിച്ച് എല്ലാവരും ആലോചിക്ക്. പടച്ചവനെ, നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ നോക്കും, എന്താ ഗ്ലാമർ ഇല്ല ആമിനായിക്ക്, എന്നാ ഗ്ലാമർ. പടച്ചവനെ, സ്വർണ്ണം എത്ര കിട്ടി, കാറുണ്ട്, ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. എൻ്റെ ആമിന അപ്പൊ സാലിഹത്ത അല്ല. ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ അവൾക്ക് 7 അടയാളമുണ്ട്. 7 നല്ല അടയാളമുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. അല്ല, സാലിഹത്തായ ഭാര്യ ആണോ എന്ന് അറിയണമെങ്കിൽ എത്ര അടയാളമുണ്ട്? പറ. 7 അടയാളം. ഇത് കേട്ടിട്ട് തീരുമാനിക്ക് ആമിനായ എന്ത് ചെയ്യണമെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 7 അടയാളം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന്. അള്ളാഹുവെ, പടച്ചോനെ തല്ലാനൊന്നും ഞാൻ പറയണില്ല. അതോ പെണ്ണുങ്ങളെ ഒന്നും പറയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ഉസ്താദന്മാരും ആ പാവങ്ങളെ കുറ്റം പറയണേ. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ മറുപടി ഉസ്താദന്മാരൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പറയും, പെണ്ണുങ്ങൾ അങ്ങനെ വേണം. ആ ഭർത്താവിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കണില്ലേ? ഭർത്താവിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കണമെന്ന് വഴുതു പറയും. ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അപ്പം ചോദിക്കും, ഉസ്താദ് എന്റെ കെട്ടിയവൻ മുതുകൂടിയനാണെങ്കിലോ? ഒരു ചോദ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വഴുതു പറയാനാണെങ്കിൽ 3-4 ദിവസം വേണ്ടി വരും. ഭർത്താവിന്റെ ബാധ്യത എന്താ, ഭാര്യയുടെ ബാധ്യത എന്താ, കടമ എന്താണെന്ന് പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, 7 അടയാളമാണ് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ പറയുന്ന 7 അടയാളങ്ങൾ ഓരോ ഭർത്താവും അവിടെ നിന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്നോട് ദേഷ്യം വേണ്ട, വെറുപ്പ് വേണ്ട. നീ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കോ, പടച്ചവനെ, മുത്തുനബിയല്ലേ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തന്ന 7 അടയാളമാണല്ലോ. ഈ 7 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ജീവിതത്തിലുണ്ടോ തമ്പുരാന്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരവിടന്ന് വയത് കേൾക്കുന്നവർ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, നീ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്താണ്? സാലിഹത്തായ പെണ്ണിന്റെ 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ നളറ ഇലൈഹാ സർറതുഹു.
സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷമുണ്ടാവുകയാണ്, ഭർത്താവിന്റെ സർവ്വ ടെൻഷനും മാറുകയാണ്, ഭർത്താവിന് സമാധാനമാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കണ്ടാൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും കടന്നു വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാ നിനക്ക് സമാധാനം കിട്ടുമോ? നിനക്ക് സന്തോഷമുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇവിടെ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയവരാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയേണ്ടത് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. 40 വയസ്സുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിച്ചതാരെയാണ്? പ്രവാചകൻ 25 വയസ്സ്, പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിവാഹം കഴിച്ചത്. 63ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്തായത്. പക്ഷേ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പും അള്ളാഹുവിന്റെ റസൂല് ഖദീജ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുമായിരുന്നു. പ്രവാചകൻ 63ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയുവോ? എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ള തന്റെ ഭാര്യമാരോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണം എന്താ? അവിടെയാണ് പഠിക്കേണ്ടത്. 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തുനബി 50ാമത്തെ വയസ്സ് വരെ ഖദീജ ബീവിയുടെ കൂടെയാണ് ജീവിച്ചത്. 25 വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു. ഒറ്റ ഭാര്യ ഖദീജ ബീവി മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല് വേറെ ഒരു വിവാഹം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജയാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ 40ാമത്തെ വയസ്സിൽ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പരിശുദ്ധമായ കഅബാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
فلك خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ വിരിമാലം ഭൂമിയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. അവസാനം ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലേക്കല്ല. ജീവിതത്തിൽ ഭർത്താക്കന്മാര് പഠിച്ചോ, ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ പോകേണ്ടത് എവിടെയാണ്? എവിടെ പോയാലാ സമാധാനം കിട്ടുന്നത്? എവിടെ പോയാലാ പരിഹാരം കിട്ടുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം ഉംറയ്ക്ക് പോകുമ്പോ കേറിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് മുകളിൽ കയറി പോകണം. ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത്, കൂട്ടുകാരുടെ മുന്നിലല്ല പോയത്. പിന്നെ പോയത് എവിടെയെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുന്നത്. പടച്ചവരെ, ഖദീജ ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി. ഖദീജ ബീവി എന്തെന്ന് ചോദിച്ചില്ല, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ചു വിറച്ച് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കുന്നെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അള്ളാന്റെ റസൂല് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ച് കിടത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു, എന്തേ? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാഹു യഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിൽ എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാ
വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് പോട്ടയിക്കാ, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ ഒരു വാക്കാ സഹോദര, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗുഹയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് മുത്തുനബി ഓടി വന്നത് എവിടെ? ഭാര്യയുടെ അടുക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോട് ആദ്യം പറയേണ്ടത്? ഭാര്യയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും പറയാറില്ല, രഹസ്യം മനസ്സിൽ നോക്കും. ഭാര്യയെടുത്ത് ആരും ഒന്നും പറയാറില്ല. കാരണം ഭർത്താവ് ഭാര്യയോട് ഒന്നും പറയാറില്ല, ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല. കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം, ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം. ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരാ അധികം ഭർത്താക്കന്മാരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? പണമില്ലെന്നോ വീടില്ലെന്നോ അല്ല, പണമോ വീടോ സുഖമോ ഒന്നുമല്ല. 100-ൽ 95% പെണ്ണുങ്ങളുടെയും പരാതി, ഉസ്താദ് എൻ്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുന്നില്ല. സത്യമല്ലേ? ഒരു 5 മിനിറ്റ് കുടുംബകലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇരിക്കണം നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം? സമയമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചോ വല്ലതും തിന്നു, ടിവിയുടെ മുന്നിൽ ഇരിക്കെ കിടന്നുറങ്ങും. അള്ളാഹു അല ആമിന, നീ വല്ലതും തിന്നോടിയെന്ന് പോലും നമ്മൾ ഈ പലരും ചോദിക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും അല്ലേ? ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ എന്താ? പൂമുഖവാതുക്കൽ അങ്ങനെ കണ്ടതില്ലേ? ആർക്കും അറിയത്തില്ല, എല്ലാവരും മലക്കുകളാ. നിങ്ങൾക്ക് ആർക്കാ പാട്ട്? സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. പാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം. ഓൻ്റെ പെണ്ണുമ്പോഴുടെ അവസ്ഥ എന്താണെന്ന് ഓനറിയാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയും മാർക്കറ്റിൽ വന്ന് കിടന്ന് 2 മണിക്ക് 3 മണിക്ക് വരുന്നയാ. ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒരു ഉച്ച കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിലേക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചുമട്ടുതൊഴിലാളിയാ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കാം. ഈ ശരീരം മുഴുവനും തളർന്നു വരുന്ന ഭർത്താവിനെ വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കണ ഷാളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട്, പോട്ടേക്കാ, മക്കൾക്ക് വേണ്ടിയല്ലേ, ഒരൊറ്റ വാക്ക് മതി സഹോദര, സർവ്വവേദനയും മറക്കാൻ. പക്ഷെ അങ്ങനെ പറയുന്നൊരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.